എല്ലാവർക്കും നമസ്കാരം. പട്ടി നക്കിയ ലാസർ എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് അതിനകത്തുനിന്ന് ദൈവം തരുന്ന ഒരു പാഠം എന്താണെന്നുള്ളതൊന്ന് നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു പോകാം. അപ്പോൾ നമ്മൾക്കറിയാം, ഒത്തിരി ഈ ധനവാന്റെയും ലാസറിൻ്റെയും കഥ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഒത്തിരി പേര് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി ദേവദാസന്മാർ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി അച്ഛന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഇനി അതിലെല്ലാം അവർ സൺഡേ സ്കൂളിൽ പോകുമ്പോഴും ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പലരും പല വിധത്തിൽ ഇത് വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കൂട്ടർ ഇതിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കിടപ്പിനെക്കുറിച്ച് പറഞ്ഞത്, ഇദ്ദേഹം കിടന്നത് നമ്മുടെ എന്താ പറയുക, ധനവാനായ മനുഷ്യൻ്റെ മേശയുടെ കീഴെയാണ് കിടന്നതെന്ന് ഒരു കൂട്ടർ വ്യാഖ്യാനിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടർ പറയുന്നു, എന്താ പറയുക, ഈ ലാസർ എന്ന് പറയുന്നവൻ ധനവാനായ മനുഷ്യൻ്റെ വീടിൻ്റെ അകത്ത് എവിടെയോ ആണ് സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറയാമല്ലോ, ഞാനൊരു സാധാ വിശ്വാസിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കഥകളും ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ കേട്ടു. അപ്പോൾ ഇത് തരുന്ന സന്ദേശം എന്താണെന്നുള്ളതുമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ലാസറിൻ്റെ കിടപ്പ് എവിടെയായിരുന്നു എന്നുള്ളത് എന്നെ അത്ര ടച്ച് ചെയ്ത മാറ്ററായിരുന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അതിനെ പറ്റി അധികം അങ്ങ് ആഴത്തിൽ ചിന്തിക്കാനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ ഈ വിവാദങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത തന്നത്. അതിങ്ങനെയായിരുന്നു, ഈ ലാസർ ആക്ച്വലി എവിടെയായിരുന്നു കിടന്നത് എന്നുള്ളൊരു കാര്യം എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. എവിടെയായിരുന്നു കിടന്നത്, എക്സാക്റ്റ് എവിടെയാണ് കിടന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഇന്നലെ ദൈവം എന്നോട് സംസാരിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്കതങ്ങ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെയും ആ വാചനഭാഗം എടുത്തിങ്ങനെ വായിച്ചു, അതിനെക്കുറിച്ച് അങ്ങനെ ധ്യാനിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്. മലയാളം ബൈബിളിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് പടിപ്പുരവാതിൽക്കൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പടിപ്പുരവാതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അതെവിടെയാണ്, വീടിൻ്റെ പുറത്താണല്ലേ. വീടിൻ്റെ പുറത്തെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് കിടക്കുന്നതിൻ്റെ പുറത്ത്, അത് റോഡ് സൈഡ്, അവിടെയാണ് ഈ പടിപ്പുരവാതിൽ എന്ന് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷിനകത്തോട്ട് പോകുമ്പോൾ ഗേറ്റിൻ്റെ മുൻപിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലാസർ കിടക്കുന്നത് ഗേറ്റിൻ്റെ മുൻപിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു ഇതിനകത്ത് വേറൊരു വേർഷനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡോറിൻ്റെ വെളിയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ ഈ മൂന്നും നമ്മൾക്ക് വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ്, ഈ ലാസർ കിടന്നത് ധനവാന്റെ വീടിൻ്റെ അകത്തുമല്ല, മേശയുടെ കീഴെയുമല്ല കിടന്നത്. പിന്നെ എവിടെയായിരുന്നു ലാസർ കിടന്നിരുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ആക്ച്വലി എവിടെയായിരുന്നു കിടന്നിരുന്നത്? ഈ ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീടിൻ്റെ വെളിയിലെന്ന് വെച്ചാൽ പടിപ്പുരവാതിൽക്കൽ എന്ന് വെച്ചാൽ നമ്മൾക്ക് അതിനെ ഒരു റോഡ് സൈഡ് എന്ന് പറയാം. അവിടെയാണ് ഈ മനുഷ്യൻ കിടന്നിരുന്നത്. ആര്? ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ കിടന്നിരുന്നത്. അപ്പോൾ ഇവിടെ ആ ലാസറിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവൻ ദരിദ്രനായൊരു മനുഷ്യനായിരുന്നു. അതുകൂടാതെ ഇവൻ്റെ ദേഹത്ത് മുഴുവൻ എന്തുണ്ട്, വ്രണങ്ങളുണ്ട്. ആ വ്രണങ്ങൾ ഇങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വ്രണങ്ങൾ വന്നിട്ട് ഈ നായ്ക്കൾ നക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ധനവാൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ്? പുള്ളിയുടെ കയ്യിൽ ഒത്തിരി സമ്പത്തുണ്ട് എന്ന് മാത്രമല്ല, അതൊത്തിരി ദൂർത്തായിട്ട് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. എന്ന് വെച്ചാൽ പുള്ളിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുള്ളി ഒത്തിരി ആഡംബരമായിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഭക്ഷണക്രമങ്ങൾ ഭയങ്കര ആഡംബരമായിട്ടാണ്. പുള്ളി ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും ധൂമ്ര വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ പട്ട് വസ്ത്രങ്ങൾ, പിന്നെ ഒത്തിരി എന്താ പറയുക, അങ്ങനെ വസ്ത്രങ്ങളും ഒത്തിരി ആഡംബരപൂർണമായ ഒരു വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ടോട്ടലി പറഞ്ഞാൽ ആഡംബരപൂർണമായ ഒരു ജീവിതമാണ് ആര് നയിച്ചുകൊണ്ടിരുന്നത്? ഈ ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ നയിച്ചുകൊണ്ടിരുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഓർക്കുക, യേശുക്രിസ്തു ഈ കാര്യം പറയുമ്പോൾ അതേത് സമയമായിരുന്നു? യേശുക്രിസ്തു എന്താ പറയുക, മനുഷ്യനായിട്ട് അവതരിച്ച് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ കാലയളവിലാണ് ഇത് പറയുന്നതല്ലേ. അപ്പോൾ ആക്ച്വലി ഇസ്രായേൽ എവിടെയായിരുന്നു? ഇസ്രായേൽക്കാർ നമ്മുടെ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു അല്ലേ. അവരൊരു അടിമത്വത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, ഈ ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്താലും അവർക്ക് കുറേ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊടുത്തപ്പോൾ ഇവരോട് ചില മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവർക്ക് പട്ടീനെ വളർത്തുക, അതുപോലെ പന്നീനെ വളർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നിഷിദ്ധമായിരുന്നു എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ പട്ടീനെ ഒരിക്കലും ഇസ്രായേൽ മക്കൾ അവരുടെ വീടുകളിൽ വളർത്തിയില്ലായിരുന്നു എന്ന് നമ്മൾക്ക് അതിൽ നിന്നും അനുമാനിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് അവരുടെ ചരിത്രം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇസ്രായേലിൽ പോയിട്ടില്ല. ഇന്ന് അവരുടെ വീടുകളിൽ പട്ടീനെ വളർത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ വീടുകളിൽ പട്ടീനെ വളർത്തുന്നുണ്ടായിരുന്നില്ല.
എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പട്ടികൾ എവിടുന്നാണ് വന്നത്? ഈ പട്ടികൾ എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളാണല്ലേ. അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ, ഇന്ന് നമ്മൾ തെരുവ് നായ്ക്കൾ എന്ന് പറയുന്ന പട്ടികൾ, അതായത് പുറത്തുള്ള പട്ടികൾ, പുറത്തൂടെ അലഞ്ഞു തിരിയുന്ന പട്ടികൾ വന്നിട്ട് ഈ ലാസറിൻ്റെ എന്താണ് വ്രണം നക്കിയിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇദ്ദേഹം എന്താണ്, അതായത് ഈ ധനവാനായ മനുഷ്യൻ കഴിക്കുന്ന എച്ചിലുകൾ അല്ലേ, ഇദ്ദേഹം കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റുകൾ ഇദ്ദേഹം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. എങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും? ഈ ലാസർ കിടക്കുന്ന ഭാഗത്ത് പട്ടികളുണ്ട് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഈ പട്ടികൾക്കായിട്ട് ഇതങ്ങ് എറിഞ്ഞു കൊടുക്കും അല്ലേ. അപ്പോൾ ഈ പട്ടികൾക്ക് കിട്ടുന്ന അതെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ആരാഗ്രഹിച്ചിരുന്നു? ലാസർ ആഗ്രഹിച്ചിരുന്നു. അതുപോലും പുള്ളിക്ക് കിട്ടിയോ എന്ന് അവിടെ വ്യക്തമാക്കുന്നില്ല. കാരണം അവിടെ പട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടികളുടെ ഇടയ്ക്ക് ഇദ്ദേഹത്തിനും കിട്ടിയിരുന്നു, ഇദ്ദേഹത്തിൻ്റെ പങ്കും കിട്ടിയിരുന്നു എന്നറിഞ്ഞുകൂടാ. കിട്ടുന്നുണ്ടായിരിക്കും, ഇല്ല എങ്കിൽ അദ്ദേഹം അവിടുന്ന് സ്ഥാനം മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു അല്ലേ. എന്നാൽ ഇദ്ദേഹം അവിടെയാണ് കിടന്നത്. അപ്പോൾ ഈ ധനവാൻ ഇട്ടുകൊടുക്കുന്ന എച്ചിലിൽ നിന്ന് ഇദ്ദേഹത്തിനും ഭക്ഷിക്കുവാൻ കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനോഭാവം എന്തായിരുന്നു? ഈ ലാസറിനെ എങ്ങനെയാണ് പുള്ളി കണ്ടിരുന്നത്? ഒരു പട്ടിയായിട്ടാണ് കണ്ടിരുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഇദ്ദേഹം കഴിക്കുന്നതിൻ്റെ എച്ചില് ആ പട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് പോലെ ഇദ്ദേഹം ലാസറിനും ഇട്ടുകൊടുത്തിരുന്നു. അപ്പോൾ ഇദ്ദേഹം ലാസറിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഒരു പട്ടിയായിട്ടാണ് കണ്ടിരുന്നതെന്ന്, പട്ടികളെ പോലെ ആണ് ഈ ലാസറിനെ കണ്ടിരുന്നതെന്ന് നമ്മൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനെ ഇദ്ദേഹം പട്ടികളുടെ നാൽക്കാലിയായിട്ടുള്ള പട്ടീനെ പോലെയാണ് കണ്ടിരുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ ഒന്ന് ഈ ധനവാൻ എന്ന മനുഷ്യൻ്റെ മനോഭാവത്തെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പുച്ഛ മനോഭാവം അല്ലേ. ലാസറിനോടൊരു പുച്ഛ മനോഭാവം. അവിടെയും കുറേ ദുർവ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ഈ ഇതിനകത്തു നിന്നുള്ള, അതായത് ഈ വിവാദങ്ങളിൽ നിൽക്കുന്ന വ്യക്തി പോലും പറഞ്ഞത് ഇങ്ങനെയാണ്: ധനവാൻ അത്രയെങ്കിലും മനസ്സ് കാണിച്ചു എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചു, അതുപോലും ഇന്നത്തെ ആൾക്കാർ കാണിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ധനവാൻ ലാസറിനെ എങ്ങനെയാണ് കണ്ടത്? പട്ടിയായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് ഈ ലാസർ, ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ വലിയ വിശാല മനസ്കനൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അദ്ദേഹം പട്ടിക്ക് വേസ്റ്റ് ഇട്ട് കൊടുത്തു, അതിനകത്തുനിന്ന് ലാസറും ഭക്ഷിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ലാസറിനെ അദ്ദേഹം ഒരു മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഒരു എച്ചിൽ കഴിക്കുവാൻ എന്താ പറയുക വന്ന് കിടക്കുന്ന മനുഷ്യനെന്നുള്ള പരിഗണനയൊന്നും അദ്ദേഹം കൊടുത്തില്ല എന്ന് നമ്മൾക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ ഒന്ന് ഇത് ധനവാനായ മനുഷ്യൻ്റെ പുച്ഛ മനോഭാവത്തെ അവിടെ കാണിക്കുന്നു. രണ്ടാമത് എന്താണ്, ഇദ്ദേഹത്തിന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു അല്ലേ, ഒത്തിരി ആഡംബര ജീവിതം, ദിനം പ്രതി ആഡംബര ജീവിതം നയിച്ചു പോന്നിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്നും ആഡംബര ജീവിതമാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഈ മനുഷ്യനെ അല്ലേ, ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് ഗൗനിക്കാൻ തയ്യാറായില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ഒന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മനുഷ്യന് കൊടുക്കുന്നത് പോലുള്ളൊരു ഫുഡ് കൊടുക്കാനോ ഒന്നും ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തെ സഹായിക്കുവാനോ, അദ്ദേഹത്തിന് വീടില്ലായിരുന്നിരിക്കണം, അതുകൊണ്ടാണല്ലോ അവിടെ വന്ന് ഈ പടിപ്പുരവാതിൽക്കൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാനോ ഒന്നും ഈ ധനവാൻ മെനക്കെട്ടില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതേസമയം ധനവാൻ അതിനൊക്കെ കഴിയുമായിരുന്നു അല്ലേ, എല്ലാത്തിനും കഴിയുമായിരുന്നു. പക്ഷേ പുള്ളി അതൊന്നും ചെയ്തില്ല എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? ഇതിലൂടെ, ഈ സംഭവത്തിലൂടെ യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? ഇങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചത്: നമ്മളുടെ കയ്യിൽ സമ്പത്തും നമ്മളുടെ കയ്യിൽ ഒത്തിരി എന്താ പറയുക ദൈവം തരുന്ന അനുഗ്രഹങ്ങളും ഒക്കെ നമ്മളുടെ കയ്യിലുള്ളപ്പോൾ നമ്മളത് നമ്മൾക്ക് മാത്രം സുഖിക്കുവാനായിട്ടോ നമ്മൾക്ക് മാത്രം ആഡംബര ജീവിതം നയിക്കുവാനായിട്ടോ ഉള്ളതല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് അർഹതപ്പെട്ടവർക്കും കൂടെ നമ്മൾ ഷെയർ ചെയ്യുവാനായിട്ട് തയ്യാറാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം, ഈ ലാസറും ഈ ധനവാനായ മനുഷ്യനും മരിച്ചു. എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ എങ്ങോട്ടാണ് പോയതെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി അല്ലേ. ഈ ധനവാൻ എങ്ങോട്ടാണ് പോയത്? ധനവാൻ നരകത്തിലോട്ട് പോയി. ലാസർ എവിടെ പോയി? അബ്രാഹാമിൻ്റെ മടിയിലോട്ട് പോയി. എന്ന് വെച്ചാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വിശ്രമ സ്ഥലത്തേക്ക്, നീതിമാന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വിശ്രമ സ്ഥലത്തിലേക്ക് ഈ ലാസർ പോയി എന്ന് നമ്മൾക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കുമ്പോൾ എന്താണ്, ഈ ധനവാൻ്റെതായ ഒരു ലോകത്ത് പുള്ളി നല്ല സുഖസന്തോഷമായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു. ലാസറിനെ കണ്ടില്ല. അതാണ് ഈ പുള്ളിയിലുള്ള തെറ്റ്. അതുകൊണ്ടാണ് ഈ പുള്ളി എങ്ങോട്ട് പോയത്? ഈ പുള്ളി എങ്ങോട്ട് പോയത്? നരകത്തിലോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളതാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് തരുന്ന പാഠം എന്താണ്? നമ്മൾക്ക് തരുന്ന പാഠം ഇതാണ്: നമ്മൾ കുറേ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഉപവസിച്ചതുകൊണ്ടോ ഡെയിലി പള്ളിയിൽ പോയതുകൊണ്ടോ പള്ളിയിൽ ഒരുപാട് സ്തോത്രക്കാഴ്ചകൾ ഇട്ടതുകൊണ്ടോ ആയില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് അത് ആരുമാകട്ടെ, ആ ഒരു മനുഷ്യനെന്ന രീതിയിൽ അവരെ പരിഗണിക്കുവാനും കൂടെ നമ്മൾ തയ്യാറാകണം. അതല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് എന്താണ്? നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് ലഭിക്കുവാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുതെന്നും ദൈവത്തിൻ്റെ വചനം
നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അത് അർഹതപ്പെട്ടവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പക്ഷേ ഇന്ന് നമ്മളൊക്കെ മിക്കപ്പോഴും എങ്ങനെയാണ്, പകുതി ആൾക്കാരും എങ്ങനെയാണ് ചെയ്യുന്നത്? ഒത്തിരി സ്വത്തും സമ്പത്തും തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി കൂട്ടുവാനായിട്ട് ശ്രമിക്കും അല്ലേ? നമ്മൾ വില കൂടിയ ആഡംബര വാഹനങ്ങൾ മേടിക്കുവാനായിട്ട് ശ്രമിക്കും. അതിനൊന്നും എതിര് ഞാനും പറയുന്നില്ല, ദൈവത്തിൻ്റെ വചനവും അതിനൊന്നും എതിര് പറയുന്നില്ല. പലരും പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ധനവാൻ സ്വർഗ്ഗത്തിൽ കിടക്കത്തില്ല എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവർ ആരും പോകത്തില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ധനവാൻ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ളതല്ല പഠിപ്പിച്ചു തന്നിരിക്കുന്നതും. ഈ ധനവാനാകുന്ന മനുഷ്യൻ്റെ ശ്രദ്ധ എങ്ങോട്ടായിരിക്കും? കൂടുതൽ ധനസമ്പാദത്തിലേക്ക് പോകും. അവർക്ക് ദൈവത്തെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുവാൻ അവർക്ക് സമയമില്ല. ആ ഒരു മെൻറ്റാലിറ്റിയും കൂടെ അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. രണ്ടാമത്, ഇവർക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ ഇവർ മറ്റുള്ളവർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു ധനവാനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മൾക്ക് സമ്പത്ത് തരുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മുൻപിൽ അർഹിക്കുന്നവർക്ക് അല്ലേ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്നവർക്കെല്ലാം അതിനകത്ത് പെടുന്നുണ്ടല്ലേ. വീടില്ലാത്ത മനുഷ്യനായിരുന്നു ലാസർ. അതുപോലെ തന്നെ എന്താണ്, ലാസറിന് ഭക്ഷിക്കുവാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ലാസർ ഒരു രോഗിയായിരുന്നു. ഈ 3 വിധത്തിലും ആ മനുഷ്യനെ ആര് സഹായിച്ചില്ല? ഈ ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ സഹായിച്ചില്ല എന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളോടും ദൈവം പറയുന്നത് എന്താണ്? നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താ പറയുക, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ, അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുവാൻ, അതുപോലെ തന്നെ എന്താ പറയുക, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിലേക്ക് നമ്മൾക്ക് പ്രവേശനം ലഭിക്കത്തുള്ളൂ എന്നുള്ളതും കൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതാണ് തന്നെ നമ്മളുടെ എന്താ പറയുക, സുവിശേഷങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലേ. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2 ഉടുപ്പുള്ളവനൊന്ന് ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നീ ഒരു ഡ്രസ്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? അല്ല. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന്, ഇല്ലാത്തവന് നമ്മൾ ഷെയർ ചെയ്യണമെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ദൈവം അവിടെ അത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ധനവാന്റെ ലാസറിൻ്റെ വിഷയത്തിലും ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ സഹായിക്കുവാൻ തയ്യാറാകണം. നമ്മൾ നമ്മളുടെ സുഖസുഷുപ്തിയിൽ മാത്രം നമ്മൾ ജീവിക്കരുത്. മറ്റൊന്നും കൂടെ ദൈവം പറയുന്നുണ്ട്. എന്താണ് അതിനകത്ത് നമ്മൾക്ക് തരുന്ന പാഠം? എന്താണ്? നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് നമ്മൾക്കുള്ള സമ്പത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എങ്ങോട്ട് കൊടുക്കും? നമ്മൾക്ക് പള്ളിയിലോട്ട് ഇടുവാനായിട്ട്, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് മെത്രാന്മാർക്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് കൊടുക്കുവാനോ ഒന്നും നമ്മൾക്ക് യാതൊരു മടിയുമില്ലല്ലേ. എന്നാൽ കൂട്ട് സഹോദരന്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന, നമ്മളെ കഴിഞ്ഞും കഷ്ടം അനുഭവിക്കുന്ന ഒരാൾക്ക് കൊടുക്കുവാൻ നമ്മൾക്ക് ഇച്ചിരി മടിയല്ലേ. മനുഷ്യന്മാരെ സഹായിക്കുവാൻ നമ്മൾക്കൊരു ഇച്ചിരി മടിയാണ്. എന്നാൽ ഇതുപോലെയുള്ള ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന വർക്കും ചർച്ചിലും ഒക്കെ ഇടുവാൻ നമ്മൾക്ക് മടിയില്ല. എന്നാൽ അവിടെ ഇടരുതെന്ന് ദൈവം പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെയും നമ്മൾ കൊടുക്കണമല്ലേ. നമ്മൾക്ക് വേണ്ടി നമ്മളെ ശുശ്രൂഷിക്കുവാൻ ദൈവം ആക്കിയിരിക്കുന്ന ആ ഒരു ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം. അവർക്ക് കൊടുക്കണ്ട എന്നല്ല, അവർക്കും നമ്മൾ കൊടുക്കണം. നമ്മളുടെ ചർച്ചുകളിൽ നമ്മൾ ഇടേണ്ട സ്തോത്ര കാഴ്ചയൊക്കെ നമ്മൾ ഇടണം. കാരണം ചർച്ചിൻ്റെ കാര്യങ്ങൾ നടന്നു പോകട്ടെ അല്ലേ. ചർച്ചിൽ എന്താണ്, അവിടെ കറണ്ട് ബില്ല് വരും, വാട്ടർ ബില്ല് വരും. അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന സഭയാണെങ്കിൽ അവിടെ എന്തുണ്ടാകണം? ഭക്ഷണം കൊടുക്കണം. ഇതിനൊക്കെ പൈസ ആര് കൊടുക്കണം? നമ്മൾ വിശ്വാസികൾ തന്നെ കൊടുക്കണം. അതൊന്നും കൊടുക്കണ്ട എന്ന് ആരും പറയുന്നില്ല. അങ്ങനെ കൊടുക്കണ്ട എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. നമ്മൾ കൊടുക്കണം. എന്നാൽ നമ്മൾ ഉള്ളത് മുഴുവൻ അങ്ങോട്ട് മാത്രം കൊടുക്കാനാണോ ദൈവം പറയുന്നത്? അല്ല. അവിടെയും നമ്മൾ ആവശ്യത്തിനുള്ളത് അവർക്ക് നമ്മൾ കൊടുക്കണം. അവിടെയും അർഹതയുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. പിന്നെ ഇനി രണ്ടാമത് എന്താണ്? നമ്മളുടെ മുൻപിലുള്ള അല്ലേ, അത് മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല, ഒരു മനുഷ്യനെ മനുഷ്യനെന്ന രീതിയിൽ പരിഗണിക്കുവാൻ തയ്യാറായി നമ്മളെ സഹായം ആവശ്യമുള്ളവർക്ക് നമ്മളെ സഹായം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി എല്ലാവരും ഓടുന്നതല്ലേ. നമ്മളുടെ ക്രിസ്ത്യാനികളുടെ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? ഒരു നിത്യത അല്ലേ. ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യം നമ്മൾക്ക് പൂർത്തിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകണം. അല്ലാതെ നമ്മൾ മാത്രം കുറേ ആഡംബര ജീവിതം നയിച്ചിട്ട് സഹായം ആവശ്യമുള്ളവർക്ക്, നമ്മളുടെ കൺമുൻപിൽ സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ എന്താണ്? നമ്മൾ വെറും പാപികളും ദൈവത്തിൻ്റെ മുൻപിൽ തള്ളപ്പെട്ടവരുമായി തീരുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ നമ്മളോട് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരുടെ അനുകമ്പയുള്ളവരായിരിക്കണം, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളൊരു പാഠമാണ് ദൈവം നമ്മൾക്കിവിടെ പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.